അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖുത്ബിയത്ത് നേർച്ച അതെങ്ങനെ നടത്താം? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അറിയാത്തവരും ഉണ്ടാവുമല്ലോ. പല കമൻറ്റുകളും അതേക്കുറിച്ചൊരു ചെറിയ വിശദീകരണം നടത്തണമെന്നും പറഞ്ഞ് കണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ലളിതമായ രൂപത്തിൽ അത് ഒന്ന് പറയാം. അതിന് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, എന്തൊക്കെയാ ഓതേണ്ടത് എന്നതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും ഓതിത്തരാൻ ദീർഘമേറിയ വീഡിയോ ചെയ്യേണ്ടി വരും. ഖുത്ബിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രമുഖരും നേതാവുമായ മുഹ്യിദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു നമ്മുടെ കാര്യത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവരുടെ ആത്മാവിനെ, അല്ലെങ്കിൽ ആത്മാവോടുകൂടെ അവർ ജീവിക്കുന്ന ലോകത്തിൻ്റെ ആ വാതായനത്തിലേക്ക് വിളിച്ച് ചോദിക്കുക, അവരെ വിളിക്കുക, അവർ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ച് മേടിച്ചു തരിക. ഈ ആവശ്യത്തിന് വേണ്ടി 1000 വട്ടം വിളിക്കുന്നതിനെയാണ് ഖുത്ബിയത്ത് എന്ന് പറയുന്നത്. യാ ഗൗസു യാ മുഹ്യിദ്ദീനി അബ്ദുൽ ഖാദിർ അൽ ജീലാനി എന്നുള്ള വിളിയാണ് വിളിക്കേണ്ടത്. 1000 പ്രാവശ്യമാണ് ആ വിളി നടത്തേണ്ടത്. വിളിക്കുന്നതിന് മുമ്പ് 12 റക്അത്ത് നിസ്കരിക്കൽ നല്ലതാണ്. നിസ്കരിക്കാതെയും വിളിക്കാം. 12 റക്അത്ത് നിസ്കരിക്കുകയും, നിസ്കരിക്കുമ്പോൾ 2 റക്അത്തായിട്ടാണ് നിസ്കരിക്കുന്നത്. ആ നിസ്കാരത്തിൻ്റെ പേര് ഖളാഉൽ ഹാജത്ത് സുന്നത്ത് നിസ്കാരം എന്നാണ്. ആവശ്യ നിർവഹണത്തിന് വേണ്ടിയുള്ള സുന്നത്ത് നിസ്കാരം. ആദ്യം 2 റക്അത്ത് ആ നിയ്യത്ത് വെച്ച് നിസ്കരിക്കുക, സലാം വീട്ടിയതിനു ശേഷം വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ 6 പ്രാവശ്യമായി നിസ്കരിക്കുമ്പോൾ 12 റക്അത്തായി. വളരെ ഇഖ്ലാസോടുകൂടെ എൻ്റെ ആവശ്യം ഷെയ്ഖ് തങ്ങളോട് പറയുന്നു, അവർ നിന്നോട് പറയും അല്ലാഹ് എന്നുള്ള നിയത്തോടുകൂടെ എൻ്റെ ഒരു വലിയ ആവശ്യം നിറവേറ്റി കിട്ടണം ഇതോടുകൂടെ എന്ന അതിശക്തമായ അതിരേഖത്തോടെ ആവശ്യത്തിൻ്റെ പരിപൂർണമായ ആ ഒരു വേദനയോടുകൂടെ നിസ്കരിക്കുക. അതിൽ ഓതേണ്ടത് കുല്യായൽ കാഫിറൂൻ, രണ്ടാമത്തതിൽ ഖുൽ ഹുവല്ലാഹ്, ഇങ്ങനെയാണ് ഓതേണ്ടത്. ബാക്കിയുള്ള എല്ലാ റക്അത്തുകളിലും അങ്ങനെ തന്നെ ഓതുകയും ആകാം, വേറെ സൂറത്തുകളും ആകും. അങ്ങനെ നമുക്ക് 12 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഖുത്ബിയത്ത് തുടങ്ങാൻ പോവുകയാണ്. 1000 വട്ടം വിളിക്കുകയാണ്. വിളിക്കുന്നതിന് മുമ്പ് ഉസ്താദുമാരൊക്കെ ചെയ്യാറുള്ളത് ഷെയ്ഖ് തങ്ങളുടെ മദ്ഹ് പറയുന്ന ഖുത്ബിയത്ത് ബൈത്ത് 1 പാരായണം ചെയ്യും. അത് പകുതി പാരായണം ചെയ്യും. പകുതി ഏകദേശം 3/4 ഭാഗം. ഷെയ്ഖ് മുഹ്യിദ്ദീൻ തങ്ങൾ 1000 വട്ടം വിളിച്ചാൽ അവർ ഉത്തരം നൽകും എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക് എത്തിയാൽ അവിടെ നിർത്തിവെക്കും. എന്നിട്ട് 1000 വട്ടം വിളിച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ അപ്പുറമുള്ള ആ ഭാഗം വായിച്ച് ലാസ്റ്റ് ദുആ ചെയ്ത് പിരിയുന്നതാണ് ഖുത്ബിയത്ത്. ഇനി ആ ബൈത്ത് ഒന്ന് വായിച്ച് കാണിച്ചു തരാം, തുടക്കം മാത്രം. അത് ഓരോന്നിലും മുഹ്യിദ്ദീനി എന്ന് ബൈത്ത് അവസാനിക്കുമ്പോൾ അവിടെ യാ മുഹ്യിദ്ദീൻ യാ മുഹ്യിദ്ദീനി യാ മുഹ്യിദ്ദീനി അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയണം. അത് വായിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്ക് ആ PDF ഒന്ന് ഓൺ ചെയ്യാം. ഇതാണ് ആ ഖുത്ബിയത്ത്, അതിൻ്റെ PDF. ആദ്യം ഫാത്തിഹ ഓതാനുണ്ട്. തുടക്കത്തിൽ നിന്ന് തന്നെ പറയാണ്. 12 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം ഇലാ ഹളറത്തി സയ്യിദിന ഷഫീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ, ഒരു ഫാത്തിഹ ഓതുക. അത് കഴിഞ്ഞ് വീണ്ടും ഫാത്തിഹ. ഇലാ ഹളറത്തി അർവാഹിൽ അംബിയാഇ വൽ മുർസലീൻ വസ്സഹാബത്തി വത്താബിഈൻ വതാബിഈ താബിഈൻ ഇലാ യൗമിദ്ദീൻ അൽ ഫാത്തിഹ. പിന്നെ ഔലിയാക്കൾ, ശുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ, അവർക്ക് ഒരു ഫാത്തിഹ. ഇലാ അർവാഹിൽ ഔലിയാഇ വശുഹദാഇ വസ്സദ്ദീഖീൻ വസ്വാലിഹീൻ അൽ ഫാത്തിഹ. അത് കഴിഞ്ഞ് മുഖറബീങ്ങളായ മലക്കുകൾ, അതുപോലെ ഹഫളത്തീങ്ങളായ റൂഹാനികളായ മലക്കുകൾ, പിന്നെ ജിന്നുകൾ, അവരുടെ നേതാക്കൾ. ആ നേതാക്കളുടെ പേരൊക്കെ കുറച്ച് ടഫുണ്ട്. നമുക്കൊക്കെ അതിങ്ങനെ ഓതി കുറച്ച് ഈസിയാണ്. ആദ്യമായി ഓതുമ്പോൾ നിർത്തി ഓതേണ്ടി വരും. അത് ഞാനൊന്ന് വായിച്ചു തരാം.
وإلى أرواح ملائكة الله المقربين جبريل وميكائيل وإسرافيل وعزرائيل والحفظة والروحانيين الموكلين بعالمي الإنس والجن وكبرائهم ورؤسائهم. ജിന്നുകളുടെ നേതാക്കളെ കുറിച്ചാണ് ഇനി പറയുന്നത്. മദ്ഹബ് അതൊരു ജിന്നിൻ്റെ പേരാണ്, വലിയായ ജിന്ന്. മദ്ഹബ് വത്തമ്രയാത്തി വഹഷ്തഷ്ലഹ്കൂഷ് എങ്ങനെ വഹഷ്തഷ്ലഹ്കൂഷ് വഅഹ്മർ വശൗഗാൽ വകശ്ലൈഊഷ്. അടുത്ത പേരാണ് ബർഖാൻ വഹദ്ലയാജ് വനജ്സഹ്ലസ്തൂഷ് മൈമൂൻ സൻഇഖ് ശതൽത തഷ്കൂഷ് വഅബിയദ് വശംഹൂറഷ് വസൗബഅ. ഇങ്ങനെയുള്ള ജിന്ന്. അല്ലദീന ആഹദുല്ലാഹ വസൗബഅത അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്തുള്ള ജിന്നാണ്. അള്ളാഹിനോടും അവരുടെ നബിയായ സുലൈമാൻ നബിയോടും ഉടമ്പടി ചെയ്തതാണ് മോമിനീങ്ങളെ സഹായിക്കാമെന്ന്. ബിത്താഅത്തിൽ അളീമ, വലിയ ഒരു അളീമായ വഴിപ്പെടൽ കൊണ്ട് അവർ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ജിന്നുകളെല്ലാവർക്കുമായിട്ട് മലക്കുകൾക്കും എല്ലാമായിട്ടൊരു ഫാത്തിഹ. പിന്നെ ഇലാ അർവാഹി ജമീഅൽ മുഅ്മിനീൻ അൽ ഫാത്തിഹ. അത് കഴിഞ്ഞ് ഇലാ ഹളറത്തി ഗൗസിന ഖുത്ബിന ഷെയ്ഖ് സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വമശായിഖ് സിൽസിലത്തുൽ ഖാദിരിയ അൽ ഫാത്തിഹ. അങ്ങനെ എല്ലാ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ തങ്ങൾക്കും അവരുടെ സിൽസിലയിലുള്ള എല്ലാ ഖലീഫന്മാർ മശായിഖന്മാർ അവർക്കെല്ലാമായിട്ടൊരു ഫാത്തിഹ. പിന്നെ ഇലാ ഹളറത്തി സയ്യിദിന വസനദിന വലി നിഅമത്തിന അൽ ആരിഫ് ബില്ലാഹി ഷെയ്ഖ് സൈനുദ്ദീൻ അൽ മഖ്ദൂം അൽ കബീർ മഅബരി ഖദ്ദസല്ലാഹു സിറഹുൽ അദീ വസായിരിൽ ഔലിയാഇൽ ഉലമാഇൽ മദ്ഫൂനിന ഫീ ബലദിന ഹദാ. ഇത് നമുക്കിവിടെ പ്രചാരണം ചെയ്ത ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾക്കും മറ്റ് ഔലിയാക്കൾ ഉലമായിങ്ങൾ നമ്മുടെ നാട്ടിൽ മറപ്പെട്ട് കിടക്കുന്ന എല്ലാ ആലിമീങ്ങൾ. അത് കഴിഞ്ഞിട്ട് വശൈഖ് വലിയില്ലാഹി സ്വതഖത്തില്ലാഹിൽ ഖാഹിരി, ഷെയ്ഖ് മുഹയ്യിദ്ദീൻ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച ഈ ബൈത്ത്, ഈ കുത്തുബിയത്തിൻ്റെ ബൈത്ത് ഉണ്ടല്ലോ, അത് ക്രോഡീകരിച്ച സ്വതഖത്തുല്ലാഹിൽ ഖാഹിരി ഖദ്ദസല്ലാഹു സിറഹുൽ അദീ തങ്ങൾ. തമിഴ്നാടിലാണ്. ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ മക്ബറ. അവരുടെ പേരിൽ മക്കയായി വനഫഅനാ ബിബറകാതിഹിം അൽ ഫാത്തിഹ. ആ ഫാത്തിഹയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇഖ്ലാസ് സൂറത്ത് ഓതുക, കുൽ ഹുവല്ലാഹ്. അതിനുശേഷം മുഅവ്വദതൈനി, അതായത് കുൽ റബ്ബിൽ ഫലഖ് കുൽ റബ്ബിൻ നാസ് ഓതുക. അത് കഴിഞ്ഞ് ദുആ നടത്തുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇന്നാ നതവസ്സലു ഇലൈക ബി വലിയിക ഖുത്ബിനാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അല്ലാഹുമ്മ ഇന്നക ലം തുൻസിൽ ബലാൻ ഇല്ലാ ബിദംബിൻ വലം തക്ഷിഫു ഇല്ലാ ബിതൗബ. ഇങ്ങനെ തുടങ്ങി ഈ ദുആ ഇങ്ങനെ വരുന്നുണ്ട്, നോക്കി വായിക്കുക. അതിനുശേഷം ദുആ കഴിഞ്ഞ് അല്ലാഹുമ്മ ഇലൈക നഷ്കു മാ നസല ബിനാ മിൻ ബലാഇ വബാഇ വഖൗഫി വളഅഫ്. ആ ദുആഇൻ്റെ ലാസ്റ്റ് ഭാഗം നീല നിറത്തിൽ കാണുന്നുണ്ടല്ലോ. ഇത് എല്ലാവരും ഒന്നായിട്ട് പറയാണ്, ദ്വാരക്കുന്ന ഉസ്താദും ആമീൻ ചൊല്ലുന്നവരും അല്ല. അല്ലാഹുമ്മ അൻതർ റാഇ ഫഅഗ്സിനാ ബിഗിയാസിക യാ അർഹമർ റാഹിമീൻ 3 വട്ടം. അത് കഴിഞ്ഞ് 28 വട്ടം 28 പ്രാവശ്യം സലാമൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന് ചൊല്ലുക. അതിനുശേഷം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആമീൻ എന്ന് പറഞ്ഞ് എല്ലാവരും കിതാബ് നിവർത്തി ഈ ബൈത്ത് തുടങ്ങാണ്. ഇന്ന ബത്തഅത് ഗാറത്തുൽ അർഹാമി വബതഅദത് അന്നാ ഫഅസ്റഉ ഷൈഇൻ ഗാറത്തുല്ലാഹി യാ ഗാറത്തുല്ലാഹി ഹുസ്സി സൈറ മുസ്രിഅതൻ ഫി ഹല്ലി ഉഖദതിനാ യാ ഗാറത്തുല്ലാഹി. ഈ നീല നിറത്തിൽ കണ്ട ഇന്ന ബത്തഅത്ത് മുതൽ ഗാറത്തുല്ലാഹി വരെ 3 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് ഇത് അതിൻ്റെ ശരിയായ ബൈത്ത് തുടങ്ങുന്ന ഇവിടെ നിന്നാണ്. അൽഹംദുലില്ലാഹി ഹംദൻ ദായിമൻ അബദ വശുക്രു ശുക്രൻ ഗസീറൻ വാസിബൻ റഗദ സുമ്മ സ്വലാത്തു അലാ വഖില്ലനാ മിറദ വൽ ആലി വസ്സഹബി വത്തുബാഇ ഫിദ്ദീനി. ഈ കറുത്ത വരിയിലുള്ള 2 ബൈത്ത് ഒരു 3 ഉസ്താദുമാർ അപ്പുറത്തിരുന്ന് പറയും.
നീല നിറത്തിലുള്ള ബൈത്ത്. പിന്നെ ഇപ്പുറത്തുള്ള 3 ഉസ്താദ്മാർ പറയും. അങ്ങനെ ഷിഫ്റ്റ് ആക്കിയിട്ടും പറയലുണ്ട്. ഷിഫ്റ്റ് ആക്കിയിട്ട് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി. ഇനി എല്ലാവരും ഒന്നായിട്ട് പറയുകയാണെങ്കിലും കുഴപ്പമില്ല. അത് ഒരാൾ ഓതാണെങ്കിൽ എല്ലാം ഒരാൾ തന്നെ ഓതണമല്ലോ. അതിൻ്റെ ഒരു ശൈലിയും രസമൊക്കെ അങ്ങനെയാണ്. യാ കുത്തുബ അഹ്ലി സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈളൈനി വജൂദിഹിം വഗൈസഹുമാ യബ്നൽ അലിയൈനി ഖദ് അഹ്റസ്ത ഇർസഹുമാ യാ ഖൈറ മൻ കാന യുദ്ആ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ജവാബ് കൂട്ടേണ്ടത്. ഇതുവരെ ഒന്നുമില്ല, അതേപോലെ വായിച്ചു തരിക. യാ മുഹിയദ്ദീനി എന്ന് വന്നത് മുതൽ അവിടെ എല്ലാവരും ഒന്നായിട്ട് പറയാം. യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജിലാനി. അത് കഴിഞ്ഞ് വീണ്ടും ബൈത്ത് ഇങ്ങനെ പുരോഗമിക്കും. ഇങ്ങനെ പോയി അവസാനം 4 വരി കഴിയുമ്പോൾ മുഹിയദ്ദീൻ വന്നു. കണ്ട അന്തല്ലദീനു സമ്മാ മുഹിയദ്ദീനി. അപ്പോൾ എല്ലാവരും യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിർ ജിലാനി. ഇങ്ങനെ 4 ബൈത്തുകളിൽ മുഹിയദ്ദീൻ വരുമ്പോൾ നിർത്തിയിട്ട് എല്ലാവരും ഒന്നായിട്ട് പറയുക. അവസാനം ഇങ്ങനെ വന്ന് അവസാനം കുറേ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ തുബിയത്തിൽ വിളിക്കേണ്ടതും 12 റക്അത്ത് നിസ്കരിക്കേണ്ടതൊക്കെ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇത് ഉത്തരം നൽകണേ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ഈ ബൈത്തും 3 പ്രാവശ്യം പറയുന്നുണ്ട്. 3 പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് മുഹിയദ്ദീൻ യാ മുഹിയദ്ദീൻ എന്ന് പറയേണ്ടത്. അത് കഴിഞ്ഞ് ബഅദ സ്വലാത്തി സിനത്തൈ അശ്റാത മിൻ റക്അ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസി ബിൽ ഖളാ. ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹു ഒക്കെ ഓതിയിട്ട് 12 റക്അത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം വിളിക്കുക. യാ ഗൗസുൽ അഅ്ലം യാ അബ്ദുൽ ഖാദിരിസ് സുറാ യാ സയ്യിദ് ഹളറനി യാ മുഹിയദ്ദീൻ. യാ അബ്ദുൽ ഖാദിർ തങ്ങളെ ഞങ്ങൾക്ക് ഹാളിറാവണേ, ഞങ്ങളെ സദസ്സിലേക്ക് വരണേ എന്ന് വിളിക്കണമെന്നാണ് ഈ പറയുന്നത്. ഇത് കഴിഞ്ഞ് ഖുൽത ഇന്ന യദി യാ മുഹിയദ്ദീനി. അവിടെ നമ്മൾ നിർത്തുക. ഇതാണ് നിർത്തേണ്ട സ്റ്റേജ്. എവിടെ യാ സയ്യിദ് ഹളറനി യാ മുഹിയദ്ദീനി. ഇവിടെയാണ് നിർത്തി വെച്ചിട്ട് ലൈറ്റ് ഓഫാക്കി ഈ ബൈത്ത് അവസാനിപ്പിക്കുക. എന്നിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി ഒരു വെളിച്ചവും ഇല്ലാതെ. എന്തിനാന്ന് പറഞ്ഞാൽ ഷെയ്ഖ് അവർകളെ ശ്രദ്ധിക്കാതെ വേറെ എവിടെയെങ്കിലും നോക്കി വിളിക്കുകയാണെങ്കിൽ ഷെയ്ഖ് അവർകൾ പിണങ്ങി പോവും. അങ്ങനെയാണല്ലോ. ഒരാളോട് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം നോക്കി സംസാരിക്കുമായിരുന്നു, അയാളെ ബഹുമാനിച്ചുകൊണ്ട്. അങ്ങനെ ഒരാളെ നമ്മൾ സംസാരിക്കുമ്പോൾ അയാളെ മാത്രം ശ്രദ്ധിക്കണം. അപ്പം അള്ളാഹിനെ വിളിക്കുമ്പോൾ അള്ളാഹിനെ ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ഇഖ്ലാസിന് വേണ്ടി ചിലപ്പോൾ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് ഒക്കെ ഇരിക്കാറില്ല. അതേപോലെ ആരും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുക. എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും മുഖം കാണാത്ത നിലയ്ക്ക് ഇരുട്ടാക്കി ഷെയ്ഖ് അവർകളെ വിളിക്കുക, അവരുടെ ഇഷ്ടം കൂടുതൽ കിട്ടാൻ വേണ്ടി. അങ്ങനെ 1000 വട്ടം വിളിക്കേണ്ടത് യാ ഗൗസു യാ മുഹിയദ്ദീനി അബ്ദുൽ ഖാദിറിൽ ജീലാനി. ഇങ്ങനെ വ്യക്തമായി ധൃതിയിലോ മെല്ലയോ ഉറക്കെയോ എങ്ങനെയാവട്ടെ വിളിക്കുക. ഉറക്കെ വിളിക്കുമ്പോൾ അത് അവരെ കേൾക്കാൻ ഭാഗത്തിൽ വിളിക്കുന്നുവെന്നോ അവർ നിസ്സാരപ്പെടുത്താനൊന്നും കരുതരുത്. നമ്മൾ മഹബത്ത് ശബ്ദം ഏറിപ്പോവും. കഴിയുന്നതും മിതമായ നിലക്ക് യാ ഗൗസ് യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നമ്മളെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വലിയാണ്, കറാമത്ത് കൊണ്ട് എല്ലാം അറിയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരം അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം അറിയുന്നുണ്ട് എന്നുള്ള നിയത്തോടു കൂടെ വിളിക്കുക. അവർ നമ്മെ സഹായിക്കും അള്ളാഹു കൊടുത്ത കഴിവിലൂടെ. ആ നിലക്ക് 1000 വട്ടം വിളിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം ലൈറ്റ് ഇടുക. എന്നിട്ട് അതിൻ്റെ ശേഷമുള്ള ഖുൽത ഇന്ന യദി ഹദീല ദായിമത്തുൻ ലിമൻ യുരീദു തരീഖി വഹിയ ഖായിമത്തുൻ എന്ന് പറഞ്ഞ് നേരത്തെ പോലെ തന്നെ 4 വരിയും അതിൻ്റെ ജവാബുകളും ചൊല്ലി അവസാനം ബൈത്ത് തീർന്നതിൻ്റെ ശേഷം ദുആ ആണ്. അത് ഫാത്തിഹ ഒന്നും ഓതാനില്ല. അതിനുശേഷം പെട്ടെന്ന് മലയാളത്തിൽ ദുആ ചെയ്യും. ചിലപ്പോൾ നിന്നിട്ട് 1000 വട്ടം വിളിച്ച ഉടനെ തന്നെ ഉസ്താദ്മാർ മലയാളത്തിൽ ദുആ ചെയ്യും. വളരെ അർത്ഥവത്തായ ദുആയാണിത്. കഴിയുമെങ്കിൽ കുറച്ച് നീളം കൂടിയ ദുആയാണിത്. ബലാഗുകൾ, വബാഗുകൾ, ത്വാഊന്, പകർച്ചവ്യാധികൾ മുതലിൽ മക്കളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നതിനൊക്കെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മാന ഖാഫ് പേടിക്കുന്നതിനെ തൊട്ടൊക്കെ അള്ളാഹു വലിയവനാണെന്ന് ഞാൻ പറയുന്നു. പേടിയേക്കാൾ വലുത് അള്ളാഹുവാണ്. ബുദ്ധിമുട്ടിനേക്കാൾ വലിയത് അള്ളാഹുവാണ്. കൊറോണയേക്കാൾ വലുത് അള്ളാഹുവാണ്.
ഇങ്ങനെ എല്ലാത്തിനായി തക്ബീർ ചൊല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ശഫാഅത്ത് ചോദിച്ച് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്ത് അങ്ങനെ സ്വാലിഹീങ്ങളെയൊക്കെ നീ കാത്ത ആ ഇസ്മ കൊണ്ട് ഇസ്മുൽ അഅ്ലം കൊണ്ട് ഒക്കെ കൂട്ടിയിട്ടുള്ള ദുആ ആണ്. ഇതിങ്ങനെ അറബിയിൽ ദുആ ചെയ്യുക. ഇത് ഇല്ലെങ്കിൽ മലയാളത്തിൽ നമുക്കറിയാവുന്ന ഭാഷയിൽ ദുആ ചെയ്യാം. 1000 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കൊണ്ട് ഞാനിതാ മിയത്തി അൽഫി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, ലക്ഷക്കണക്കിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുൻനിർത്തി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ മുൻനിർത്തി ഞാൻ ദുആ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മളെ ശരീരത്തിനെ, ദീനിനെ, മക്കളെ, നമ്മളെ മുതലിനെ എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നതാണ്. ഖതംന അലാ അൻഫുസിനാ വദീനിനാ വഅഹ്ലിനാ വഅലിനാ. മനോഹരമായ ദുആ ആണ്. ഖാതമൽ അസ്മാഇല്ലാഹ്, അള്ളാഹിൻ്റെ ഇസ്മുകളിൽ ഞാൻ കെട്ടുന്നു, സീലടിക്കുന്നു, അവർക്കൊന്നും വരാതിരിക്കാൻ. ബിഖാതമി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ഹഖ. എൻ്റെ ഈമാൻ്റെ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി കൊണ്ട് എൻ്റെ മക്കൾക്ക് മുതലിന്, എനിക്ക്, എൻ്റെ ദീനിനൊക്കെ ഞാനൊരു സീല് വെച്ച് ഞാനതിനെ പാക്ക് ചെയ്യുന്നു. അങ്ങനെയൊക്കെ അർത്ഥമുള്ള ദുആ ആണ്. വളരെ മനോഹരമായ ദുആ ആണ്. ലത്തീഫ് എന്ന ഇസ്മ കൊണ്ടുള്ള ദുആ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ, അമീറുൽ മുഅ്മിനീൻ അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവരെ കൊണ്ടൊക്കെ തവസ്സുൽ ചെയ്ത് നമുക്കും നമ്മളോട് ദുആ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഹയ്യുൻ സമദൻ ബാഖിൻ ഇലാഹു കനഫിൻ വാഖിൻ, ആ ആയത്തൊക്കെ, ആ ഇസ്മുകളൊക്കെ പറഞ്ഞ് റബ്ബന ക്ഷിഫാനൽ അദാബ ഇന്നാ മുഅ്മിനൂൻ എന്നുള്ള ദുആവും യാ വദൂദ് യാ വദൂദ് യാ വദൂദ് ഇസ്മുകളെ കൊണ്ടുള്ള ദുആ, അതൊക്കെ ദുആ ആണ്. യാ മുഗീസ് വഗീസിന് അത് മാത്രം 3 വട്ടം ചൊല്ലുക. ഇതിലൊക്കെ വേറെ വേറെ കളറാക്കിയത് കൊണ്ട് 3 വട്ടം ഇന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. യാ മുഗീസ് വഗീസിന് അത് 3 വട്ടം, യാ ഹയ്യ് യാ ഖയ്യൂം 3 വട്ടം. ഇങ്ങനെ ദുആ ചെയ്ത് ദുആ അവസാനിക്കുമ്പോൾ എല്ലാവരും കൂടെ ഒന്നായി ചൊല്ലേണ്ടത്. ഇതൊക്കെ ദുആൻ്റെ ഭാഗം തന്നെയാണ്. എല്ലാവരും ഒന്നായിട്ട് ചൊല്ലേണ്ട ഒരു ബൈത്തുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ദുആ അവസാനിച്ച് കണ്ടോ. അതിനുശേഷം യാ അല്ലാഹു ഫർരിജ്നാ മിൻ വബ, യാ അല്ലാഹു ഫർരിഹ്നാ ബിന്നൂബ, ബിസുൽത്താൻ മുഹിയുദ്ദീൻ ഉൻസുർനാ യാ അല്ലാഹ് അജ്ജിൽനാ ബിൽ ഫത്ഹി യാ അല്ലാഹു. ഇത് കാണാതെ പഠിച്ചിട്ട് എല്ലാവരും ചൊല്ലാറുണ്ട്. കൂടിയ ആളുകളൊക്കെ ഇത് കാണാതെയാണ് ചൊല്ലുന്നത്. യാ അല്ലാഹ് ഫർരിഹ്നാ മിൻ വബ, ഈ പകർച്ചവാദിയിൽ നിന്ന് ഫർരിജ്ന, ഞങ്ങളെ മോചിപ്പിക്കണേ. യാ അല്ലാഹു ഫർരിഹ്ന ബിന്നുബ, നിന്റെ സന്തോഷമാകുന്ന കാറ്റുകൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണേ. ബിസുൽത്താനി മുഹിയുദ്ദീനി ഉൻസുർന യാ അല്ലാഹ്, മുഹിയുദ്ദീൻ ഷേഖ് തങ്ങളവർകളെ അവരെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. അജ്ജിൽനാ ബിൽ ഫത്ഹി, ഉടനടി ഞങ്ങൾക്ക് എല്ലാത്തിൽ നിന്നും ഒരു മോചനവും രക്ഷയും നൽകണേ അല്ലാഹ് എന്നാണ്. പിന്നെ ഒരു ഫാത്തിഹ, ഇഖ്ലാസ് സൂറത്ത്, ഖുൽ ഹുവല്ലാഹ്, പിന്നെ ഖുൽ റബ്ബിൽ ഫലഖ്, ഖുൽ റബ്ബിൻ നാസ് ഓതി വേറെ ചെറിയൊരു ദുആ കൂടി നടത്തിയാൽ ഖുതുബിയത്ത് കഴിഞ്ഞു. നമ്മുടെ സ്വന്തം ദുആ നടത്താം. ആ ദുആ ഇതിനകത്തില്ല, ചെറിയൊരു ദുആ അതിൽ കാണും. മൗലിദ് കിതാബിൻ്റെ സൈഡിലാണ് ഈ ഖുതുബിയത്ത് വൈത്തുണ്ടാവുക. നടുക്ക് തേടിയാൽ കിട്ടൂല. ചില കിതാബിലെ സൈഡ് ഇങ്ങനെ ചെറിയ എഴുത്തിൽ കാണുമല്ലോ, അവിടെ ആ ഖുതുബിയത്ത് വൈത്തുണ്ടാവുക. ആ വൈത്ത് ചൊല്ലിയിട്ടോ ചൊല്ലാതെയോ 1000 വട്ടം വിളിക്കുന്നതിനെയാണ് ഖുതുബിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആദ്യം 12 റക്അത്ത് നിസ്കരിച്ചു, അതിനുശേഷം കുറച്ച് ഫാത്തിഹകൾ ഓതി, അതിനുശേഷം ബൈത്ത് 3/4 ഭാഗം പാടി, പിന്നെ ഇരുട്ടത്ത് 1000 യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചു. പിന്നെ ആ ബൈത്ത് പൂർത്തിയാക്കി ഒരു നീളമേറിയ ദുആ ചെയ്തു. ഈ ബൈത്തും ചൊല്ലി, ചെറിയൊരു ബൈത്ത് പറഞ്ഞാലോ അവസാനം, അതും ചൊല്ലി, പിന്നെയും ഒരു ഫാത്തിഹയും മറ്റും ഓതി. യാസീനൊന്നും ഇവിടെ ഓതാനില്ല, കഴിയുമെങ്കിൽ അവസാനം യാസീന് ഓതുക. ഷെയ്ഖ് തങ്ങൾക്കും റസൂൽ സല്ലല്ലാഹു തങ്ങൾക്കും എല്ലാ അമ്പിയാക്കൾക്കും പിന്നെ ഷെയ്ഖിനും മറ്റു മരിച്ചു പോയവർക്കൊക്കെ ഓതി അവിടെ ദുആ ചെയ്യാം. പിന്നെ ഒരുപാട് വൈകി ഉസ്താദ്മാരൊക്കെ ക്ഷീണത്തിലുള്ളത് കൊണ്ട് അങ്ങനെ എന്താക്കലില്ല, യാസീൻ ഓദിക്കാറില്ല. കഴിയുമെങ്കിൽ അങ്ങനെ ഓതാം. അപ്പോൾ 1000 വട്ടം വിളിക്കുന്നതിനെ കുറക്കാൻ പാടില്ല, അത് ശരിയായ വിളി തന്നെ വേണം. ഉസ്താദ്മാരൊക്കെ ഒരാളെങ്കിലും 1000 ചൊല്ലി തീർക്കും. ബാക്കിയുള്ളവരിങ്ങനെ മെല്ലെ ചൊല്ലുമ്പോൾ മെയിനായിട്ടുള്ള ഉസ്താദ് 1000 വട്ടം ചൊല്ലി തീർക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്നായിട്ട് 1000 ചൊല്ലുകയാണെങ്കിൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ വിവരം നിങ്ങൾ ചോദിക്കുക, പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.